let us turn to the Word of God. ദൈവവചനത്തിലേക്ക് തിരിയാം. Luke 22nd chapter ലൂക്കോസ് 22-ാം അധ്യായം and verse 34. ലൂക്കോസ് 22-ന്റെ 34-ാം വാക്യം. Here the Lord Jesus is speaking to Peter. ഇവിടെ യേശു കർത്താവ് പത്രോസിനോട് സംസാരിക്കുകയാണ്. You know that Peter was the disciple whom Jesus called first. ആദ്യം യേശു വിളിച്ച ശിഷ്യനാണ് പത്രോസ്. And Peter, when he met the Lord Jesus, പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ he said, "Depart from me, for I am a sinful man." ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്നാണ് പത്രോസ് പറഞ്ഞത്. Now in the 32nd verse, 32-ാം വാക്യത്തിൽ 31 and 32 please. 31 32. And the Lord said, "Simon, Simon Peter, behold, Satan has desired to have you, that he may sift you as wheat. 31 ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന യോജിച്ചു. But I have prayed for you, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, that your faith fail not. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കട്ടെ. And when thou art converted, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം strengthen your brethren." നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. So Satan, had Peter in a sieve, shaking him. പിശാച് പത്രോസിനെ ഒരു അരിപ്പയിലിട്ട് അരിക്കുന്ന പോലെയായിരുന്നു. He can do the same thing with many of us, can't he? പിശാച് ഇങ്ങനെയുള്ള കാര്യം നമ്മിലും ചെയ്യും. But the Lord Jesus says, യേശു കർത്താവ് പറഞ്ഞു, "I prayed for you, Peter, പത്രോസേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, that your faith fail not. നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ. And when you are converted, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം strengthen your brothers." നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. Now that's very amazing. വളരെ ആശ്ചര്യമാണിത്. You know that outwardly Peter was a disciple, a prominent disciple. പുറമേ നോക്കിയാൽ പത്രോസ് പ്രധാനിയായ ഒരു ശിഷ്യനായിരുന്നു. And Jesus says, when you are converted, യേശു പറയാണ്, നീ ഒരു സമയം മാനസാന്തരപ്പെട്ടതിന് ശേഷം. you know, Peter was quite a cocky person, പത്രോസ് ഒരു very self-confident. സ്വയത്തിൽ വളരെ ആശ്രയമുള്ളൊരു എടുത്തിയാട്ടക്കാരനായിരുന്നു പത്രോസ്. Now the same Peter, അതേ പത്രോസ് തന്നെ when we see him in the book of Acts, അപ്പോസ്തല പ്രവൃത്തികളിൽ അവനെ കാണുമ്പോൾ, the 4th chapter, 4-ാം അധ്യായത്തില്, now he is a different man. ഇവിടെ അവൻ വ്യത്യസ്തനായ മനുഷ്യനാണ്. They brought him out of prison and other disciples, അവനെയും മറ്റു ശിഷ്യന്മാരെയും അവരെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു and കൊണ്ടുവന്നു. they were examining him. അവരവനെ പരിശോധിച്ച് നോക്കുകയായിരുന്നു. How did this lame man walk? ഈ മുടന്തനായ മനുഷ്യൻ എങ്ങനെയാണ് നടന്നത്? Big question. വലിയൊരു ചോദ്യം. My dear friends, പ്രിയ സ്നേഹിതരെ, many lame people have come to our meetings, നമ്മുടെ യോഗങ്ങൾക്ക് മുടന്തരായിട്ടുള്ള അനേക ആളുകൾ വന്നിട്ടുണ്ട്. and the Lord gave them back their legs. കർത്താവ് അവർക്ക് അവരുടെ കാലിന് സൗഖ്യം കൊടുത്തു. Their little children അവരുടെ ചെറിയ മക്കള്, who never walked, ഒരിക്കലും നടന്നിട്ടില്ലാത്ത കുട്ടികൾ, God made them walk. ദൈവം അവരെ നടക്കാൻ സാധിപ്പിച്ചു. Can I do it? എനിക്കത് ചെയ്യാൻ പറ്റുമോ? Can man do it? മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? No. ഒരിക്കലും ഇല്ല. It is Jesus. യേശുവാണ് ചെയ്തത്. So, അതുകൊണ്ട് in the 4th chapter of the book of Acts, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തില് 9th verse, 9-ാം വാക്യം, "If we this day be examined of the good deed done to this important man, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തെന്നാൽ സൗഖ്യമായെന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, be it known unto you all and to all the people of Israel, നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ, that by the name of Jesus Christ of Nazareth, whom you crucified, whom God raised from the dead, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, even by him doth this man stand here before you." ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു.
Look at this. ഇത് നോക്കിക്കേ, A different man. ഒരു വ്യത്യസ്ത മനുഷ്യൻ. He is not the same Peter. എനിക്കറിയാം അവൻ വ്യത്യസ്തനായ പത്രോസാണിപ്പോൾ. Oh, I don't know him. എനിക്ക് അവനെ അറിഞ്ഞൂടാ. I swear I don't know him. എനിക്ക് അവനെ അറിഞ്ഞൂടെന്ന് ഞാൻ ആണയിട്ട് പറയുകയാണ്. I don't know the man. ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. That's what Peter said when he denied Jesus. യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞത്. The same Peter. അതേ പത്രോസ് തന്നെ. He is standing before this big council. ഒരു ഈ വലിയ ഈ ആലോചന സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് They brought him out of prison. അവരവനെ തടവിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. How did you see this lame man walking? എങ്ങനെയാണ് ഈ മുടന്തൻ നടന്നതെന്ന് അവരവനോട് ചോദിച്ചു. If we be examined this day, ഇന്ന് നിങ്ങൾ ഇതിനെ ചൊല്ലി ഞങ്ങളെ വിസ്തരിക്കുന്നു, let it be known to all people. നിങ്ങൾ എല്ലാവരും ഇത് അറിഞ്ഞുകൊള്ളുവിൻ. But എന്നാൽ you and I, നിങ്ങളും ഞാനും, we are not making Jesus known. യേശുവിനെ കുറിച്ച് നാം മറ്റുള്ളവരോട് പറയുന്നില്ല. 12th verse. 12ാം വാക്യം. Neither is there salvation in any other, മറ്റൊരുത്തരിലും രക്ഷയില്ല. for there is none other name under heaven given among men whereby we must be saved. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. All right, I ask all people this question. എല്ലാ ജനങ്ങളോടും ഞാൻ ഈ ചോദ്യം ചോദിക്കാം. Is there another prayashchit bali for sin? പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രായശ്ചിത്ത ബലിയുണ്ടോ? Is there? ഉണ്ടോ? Is there another sinless person like Jesus? യേശുവിനെ പോലെ പാപരഹിതനായ മറ്റൊരു വ്യക്തിയുണ്ടോ? No answer. അതിന് ഉത്തരമില്ല. The answer is no. അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. There is no other prayashchit bali for sin. പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രായശ്ചിത്ത ബലിയില്ല. All these other things are tamash. മറ്റെല്ലാം വെറും തമാശ മാത്രം. My dear people, പ്രിയ സ്നേഹിതരെ, complete ignorance, പൂർണ്ണമായിട്ടുള്ള അന്ധകാരം, absolute prejudice, പൂർണ്ണമായിട്ടുള്ള മുൻവിധി, a darkened understanding, ഇരുളടഞ്ഞ ഒരു ബുദ്ധി, pride of the heart. ഹൃദയത്തിന്റെ അഹങ്കാരം. How sad. ഇത് എത്രയോ ദുഃഖകരമാണ്. Rejecting the truth, സത്യത്തെ തിരസ്കരിക്കുക, rejecting Jesus, യേശു കർത്താവിനെ തള്ളി പറയുക, the sinless Savior. പാപരഹിതനായ രക്ഷകനെ. My dear friend, പ്രിയ സ്നേഹിതരെ, I think you are responsible and I am responsible for what is happening. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളും ഞാനും ഉത്തരവാദികളാണ്. Why? എന്തുകൊണ്ട്? We are not showing the living Jesus. ജീവനുള്ള യേശുവിനെ നാം കാണിച്ചു കൊടുക്കുന്നില്ല. Now if you turn to the 9th chapter of Acts, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തില് here again is Peter, ഇവിടെ പത്രോസിനെ വീണ്ടും കാണാം. and he was sent to this region which did not want Christ, ക്രിസ്തുവിനെ വേണ്ടാന്ന് പറഞ്ഞ ആ ഭാഗങ്ങളിലേക്കാണ് പത്രോസിനെ അയച്ചത്. Samaria, ശമര്യയില്. because a revival broke out in Samaria. കാരണം ശമര്യയില് ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. And now Peter, 32nd verse, 32-ാം വാക്യം. and it came to pass as Peter passed through all quarters, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ he came down also to the saints, the Christians, which were at Lydda. ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. There he found a certain man named Aeneas, which had kept his bed 8 years. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഏനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. He was sick of the palsy. അവന് പക്ഷവാതം പിടിച്ചു കിടക്കുകയായിരുന്നു. And Peter said unto him, പത്രോസ് അവനോട്, Aeneas, ഏനിയാസേ, Jesus Christ makes you whole. യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. Arise, make your bed. എഴുന്നേറ്റ് കിടക്ക വിരിച്ചു കൊള്ളുക. And he arose immediately. ഉടനെ അവൻ എഴുന്നേറ്റു. My dear friends, പ്രിയ സ്നേഹിതരെ,
You know, we must have the faith to see such things. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. What I saw was ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ really people being healed. വാസ്തവത്തിൽ ആളുകൾ സൗഖ്യപ്പെടുന്നത് ഞാൻ കണ്ടു. The Lord Jesus healing the sick. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നത്. You know, I have seen simple Indians സാധാരണക്കാരായ ഇന്ത്യക്കാര് praying for dead people. മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. One man whom I knew, എനിക്കറിയാവുന്ന ഒരു വ്യക്തി, in his village, അവന്റെ ഗ്രാമത്തില് a boy disappeared. ഒരു പയ്യൻ അപ്രത്യക്ഷനായി. They searched and searched, അവരെ വളരെയധികം തെരഞ്ഞു. and in the evening they found his body floating in the canal. വൈകുന്നേരം ആയപ്പോൾ അവന്റെ ശവം കനാലിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. And everybody said, എല്ലാരും പറഞ്ഞു, oh, it's getting dark, we'll finish. ഇരുട്ടാവുന്നല്ലോ, നമുക്ക് അവനെ ദഹിപ്പിക്കാം. But this man said, പക്ഷെ ഈ വ്യക്തി no, പറഞ്ഞു, no, give me a chance to pray for him. ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞു. And he prayed. അദ്ദേഹം പ്രാർത്ഥിച്ചു. And this boy rose up. ഈ പയ്യൻ എഴുന്നേറ്റ് വന്നു. Listen, friends. സ്നേഹിതരെ ശ്രദ്ധിക്കുക. You can have simple faith in Jesus. യേശുവിനുള്ള ലളിതമായ വിശ്വാസം നിങ്ങൾക്കുണ്ടാകാം. Jesus Christ makes you whole. യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു. Not me, ഞാനല്ല, not man, മനുഷ്യനല്ല, not some deceitful drama. വഞ്ചനയുള്ള ഡ്രാമ കൊണ്ടല്ല. What happened? എന്ത് സംഭവിച്ചു? 35th verse. 35-ാം വാക്യം. All that dwelt at Lydda and Saron saw him and turned to Jesus. ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. See, they were listening. അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. But you know, to believe in Jesus was very difficult. യേശു കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത് അവർക്ക് Because പ്രയാസമായിരുന്നു. they had strong traditions. അവർക്ക് വളരെ ശക്തമായ പാരമ്പര്യങ്ങളുണ്ടായിരുന്നു. And they didn't want Jesus. അവർക്ക് യേശുവിനെ ആവശ്യമില്ലായിരുന്നു. So, അതുകൊണ്ട് when they saw how Jesus' name had power, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ടെന്ന് അവർ കണ്ടപ്പോൾ, and when they saw the outcome, അതിന്റെ ഫലം എന്താണെന്ന് അവർ കണ്ടപ്പോൾ, they said, അവർ പറഞ്ഞു, we want this Jesus. ഈ യേശുവിനെ ഞങ്ങൾക്കും വേണം. Let me tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, what do you do if at 2 o'clock in the night, പാതിരാത്രി 2 മണിക്ക് suddenly you have an emergency for your little child? നിങ്ങളുടെ ചെറിയ കുഞ്ഞിന് ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? No time for the ambulance. ആംബുലൻസ് വിളിക്കാൻ സമയമില്ല. And you can see your child dying before your eyes. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിങ്ങളുടെ കുഞ്ഞ് മരിക്കുന്നത് നിങ്ങൾ കാണുന്നു. Can't you pray in the name of Jesus? നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന് വേണ്ടി What പ്രാർത്ഥിച്ചുകൂടെ? kind of mother is that? അത് ഏത് തരത്തിലുള്ള അമ്മയാണത്? What kind of father is ഏത് that? തരം പിതാവാണത്? Can't pray in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൂടെ? See, though my wife is a doctor, എന്റെ ഭാര്യ ഡോക്ടറാണെങ്കിൽ കൂടെയും her medicine did not work അവളുടെ മരുന്നൊന്നും ഫലിച്ചില്ല. when my children were very critical. എന്റെ കുഞ്ഞുങ്ങൾ വളരെ ഗുരുതരമായിരുന്ന അവസ്ഥയിൽ We had to pray. ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. I had to pray one night, whole night. ഒരു രാത്രി മുഴുവനും ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. When one of my sons was dying, എന്റെ മക്കളിൽ ഒരുവൻ മരിച്ചുകൊണ്ടിരിക്കുന്ന he അവസ്ഥയിൽ became blue, അവൻ നീല നിറമായി പോയി. and my wife was afraid to feel his pulse അവന്റെ നാഡിയിടിപ്പ് നോക്കാൻ എന്റെ ഭാര്യയ്ക്ക് ഭയമായിരുന്നു. because of the beating heart was so rapidly beating. കാരണം അവന്റെ ഹൃദയം വല്ലാതെ ഇടിച്ചുകൊണ്ടിരുന്നു. But എന്നാൽ the Lord healed him in the morning. കർത്താവ് പ്രഭാതത്തിൽ അവനെ സുഖപ്പെടുത്തി. Yes, അതെ, we have a living Christ, നമുക്ക് ജീവനുള്ള ക്രിസ്തുവാണുള്ളത്, not a dead Christ. മരിച്ച ക്രിസ്തു അല്ല. Now, my friends, സ്നേഹിതരെ, in that say when Peter was there, പത്രോസ് അവിടെ ഉള്ളപ്പോൾ they sent word to him from a neighboring city. അടുത്തുള്ള പട്ടണത്തിൽ നിന്ന് ആളയച്ച് അവനെ വിളിപ്പിച്ചു. 38th verse. 38-ാം വാക്യം. For as much as Lydda was nigh to Joppa, and the disciples had heard
that Peter was there, they sent unto him 2 men, desiring him that he would not delay to come to them. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. A wonderful woman had died. ഒരു നല്ലൊരു സ്ത്രീ അവിടെ മരിച്ചു. So അതുകൊണ്ട് they said, Peter is here. പത്രോസ് ദാ ഇവിടെ ഉണ്ടല്ലോ, Let us send for him. അവനെ നമുക്ക് വിളിപ്പിക്കാം. So when Peter came, പത്രോസ് വന്നപ്പോൾ all the widows and others were weeping. അവിടെയുള്ള വിധവമാരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And Peter, പത്രോസ് 40, 40-ാം verse 40, 40 വാക്യം, Acts 9:40, അപ്പോസ്തല പ്രവൃത്തി 9:40. Peter put them all out പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി, and kneeled down മുട്ടുകുത്തി and prayed, പ്രാർത്ഥിച്ചു. and turning him to the body, ശവത്തിന് നേരെ തിരിഞ്ഞ് called her by her name, Tabitha, തബീതയെ arise. എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. She opened her eyes, അവൾ കണ്ണു തുറന്ന് and when she saw Peter, she sat up. പത്രോസിനെ കണ്ട് എഴുന്നേറ്റ് ഇരുന്നു. My dear friends, പ്രിയ സ്നേഹിതരെ, and what happened in that city? ആ പട്ടണത്തിൽ എന്ത് സംഭവിച്ചു? Many believed in the Lord. പലരും കർത്താവിൽ വിശ്വസിച്ചു. Yes, അതെ, you know, I believe in the greatest miracle. ഞാൻ ഏറ്റവും വലിയ അതിശയത്തിൽ വിശ്വസിക്കുന്നവനാണ്. What is the greatest miracle? എന്താണ് ഏറ്റവും വലിയ അതിശയം? Changing the heart of a sinner like me. എന്നെ പോലെയുള്ള ഒരു പാപിയുടെ ഹൃദയത്തിന് രൂപാന്തരം വരുന്നത്, Changing the heart of a selfish man. സ്വാർത്ഥനായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് രൂപാന്തരം വരുന്നത്, Changing the heart of an unclean boy or girl. അശുദ്ധനായ ഒരു ബാലന്റെയോ അശുദ്ധയായ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിന് മാറ്റം വരുന്നത്. Nobody can do that. മറ്റാർക്കും അത് ചെയ്യാൻ സാധ്യമല്ല. That is the greatest miracle. അതാണ് ഏറ്റവും വലിയ അതിശയം. Other miracles are all lesser miracles. മറ്റ് അതിശയങ്ങളെല്ലാം അതിന്റെ താഴെ വരൂ. So I don't preach miracles. അതുകൊണ്ട് ഞാൻ അതിശയങ്ങളെ കുറിച്ചൊന്നും പ്രസംഗിക്കാറില്ല. I have seen many miracles, പല അതിശയങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളവനാണ്. but I don't preach those miracles. അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറില്ല. I preach the greatest miracle. ഏറ്റവും വലിയ അതിശയത്തെക്കുറിച്ചാണ് ഞാൻ A പ്രസംഗിക്കുന്നത്. new heart also will I give you. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. I will take away the stony heart out of your flesh. നിങ്ങളുടെ ജഡത്തിൽ നിന്ന് കല്ലായുള്ള ഹൃദയം ഞാൻ മാറ്റും. I will put my spirit within you and cause you to walk in my word. എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ വചനത്തിൽ നിങ്ങളെ നടക്കുമാറാക്കും. What a miracle. അതെന്തൊരു അതിശയമാണ്. My dear friends, പ്രിയ സ്നേഹിതരെ, so അതുകൊണ്ട് this miracle took place in my life also. എന്റെ ജീവിതത്തിലും ഈ അതിശയം നടന്നതാണ്. Both the big miracle and the lesser miracle. വലിയ അതിശയവും ചെറിയ അതിശയവും. Some of you know that, നിങ്ങളിൽ ചിലർക്കറിയാം. but I will tell you. ഞാൻ നിങ്ങളോട് When പറയട്ടെ. I was in the heart clinic in Cleveland, ക്ലീവ്ലൻഡിലുള്ള ഹാർട്ട് ക്ലിനിക്കിൽ ഞാൻ കിടന്ന സമയം, in America, അമേരിക്കയിൽ, and my surgeon came, ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ വന്നു. said, you know, all these dangers, all these complications are there. നിങ്ങളുടെ കാര്യത്തിൽ വളരെ അപകടമുണ്ട്, സങ്കീർണതകളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. The intervention is the doctor who puts stents into the heart. ഹൃദയത്തിൽ ഈ സ്റ്റെന്റ് സ്ഥാപിക്കുന്ന ആ ഡോക്ടർ, A friend of mine, എൻ്റെ ഒരു സ്നേഹിതൻ, he failed completely. അദ്ദേഹം അതിൽ പൂർണ്ണമായിട്ടും തോൽവി അടഞ്ഞുപോയി. He said 99% blocked. അദ്ദേഹം പറഞ്ഞു 99% അവിടെ ബ്ലോക്ക് So ആയിട്ടിരിക്കുകയാണ്. I cannot get to the heart. അതുകൊണ്ട് എനിക്ക് ഹൃദയം വരെ എത്തിക്കുവാൻ സാധിക്കുന്നില്ല ഇത്. So അതുകൊണ്ട് I am handing you to the surgeon. ഞാൻ നിങ്ങളെ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. And the surgeon told me ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ of പറഞ്ഞു, all the dangers. എല്ലാ അപകടങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞു. But God told me, എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, I am the resurrection and the life. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്. So അതുകൊണ്ട് there was no fear in my heart. എന്റെ ഹൃദയത്തിൽ ഭയം അശേഷമില്ലായിരുന്നു. My family were afraid എന്റെ കുടുംബത്തിന് ഭയം ഉണ്ടായിരുന്നു. because they saw how critical this was. കാരണം ഇത് എത്ര സങ്കീർണമായതാണെന്ന് അവർ കണ്ടു.
And after the operation, ഓപ്പറേഷന് ശേഷം some 7 hours, 7 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ. I was sent to the intensive care. എന്നെ ഇന്റൻസീവ് കെയറിലേക്ക് കൊണ്ടുപോയി. There they found that my heart was bleeding profusely. അവിടെ അവർ കണ്ടുപിടിച്ചു എൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തം വമിക്കുന്നതായിട്ട്. So they pushed me back into the operation theater. അവർ വീണ്ടും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. Even the doctors had no time to scrub, they said. ഡോക്ടർമാർക്ക് പോലും കൈ കഴുകി വൃത്തിയാക്കാൻ സമയം കിട്ടിയില്ല. It was a medical emergency. വൈദ്യശാസ്ത്രപരമായിട്ട് ഒരു എമർജൻസി ആയിരുന്നത്. Third time, മൂന്നാമത്തെ പ്രാവശ്യം my heart was open. എൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു. What did they find? അതെന്താണ് കണ്ടത്? അവിടെ എന്താണ് കണ്ടത്? Such flooding of blood, the heart stopped. വളരെയധികം രക്തം പോയിട്ട് ഹൃദയം നിന്നിരിക്കുന്നതായിട്ടാണ് കണ്ടത്. But what did God tell me? ദൈവം എന്നോട് എന്താണ് പറഞ്ഞത്? I am the resurrection and the life. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്. So, അതുകൊണ്ട് by the mercy of God, ദൈവത്തിന്റെ കരുണയാൽ I am doing all my work. എൻ്റെ ജോലിയെല്ലാം ഞാൻ ഇപ്പോഴും ചെയ്യുന്നു. In fact, more now than ever before. മുമ്പത്തേക്കാൾ കൂടുതൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നു. Isn't our Savior a wonderful Savior? നമ്മുടെ രക്ഷകൻ ഏറ്റവും അത്ഭുതവാനായ രക്ഷകനല്ലേ? A living Savior? ജീവനുള്ള രക്ഷകനല്ലേ അവൻ? What a sad thing. ഇതെത്ര ദുഃഖകരമാണ്. If we can't show Kerala, if we can't show Asia a living Christ, കേരളത്തോടോ ഏഷ്യയോടോ നമുക്കൊരു ജീവനുള്ള ക്രിസ്തുവിനെ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര bring ദുഃഖകരം. me the worst atheist. ഏറ്റവും മോശക്കാരനായ നിരീശ്വരനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാം. I will show him Jesus. ഞാൻ അവന് യേശുവിനെ കാണിച്ചു കൊടുക്കാം. I am not afraid. എനിക്ക് ഭയമില്ല. He is the risen Christ. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. I will die, ഞാൻ മരിച്ചു പോകും, but he will not die. പക്ഷെ അവൻ മരിക്കുകയില്ല. His word will never die. അവന്റെ വാക്കുകൾ ഒരിക്കലും His മരിക്കുകയില്ല. truth will never die. അവന്റെ സത്യം ഒരിക്കലും My മരിക്കുകയില്ല. dear people, പ്രിയ സ്നേഹിതരെ, we have become spiritual cowards, നാം ആത്മീയമായിട്ട് ഭീരുക്കളായി മാറിയിരിക്കുകയാണ്. and we have become moral dwarfs. സ്വാത്മാർഗമായിട്ട് കുള്ളന്മാരുമായി തീർന്നിരിക്കുന്നു. We are afraid to speak the truth. സത്യം സംസാരിക്കാൻ നാം ഭയപ്പെടുന്നു. We are afraid to tell people Christ is the only hope. ക്രിസ്തുവാണ് ഏക പ്രത്യാശയെന്ന് ജനങ്ങളോട് പറയാൻ Christ നമുക്ക് is ഭയമാണ്. the way. ക്രിസ്തുവാണ് ഏക വഴി. Jesus is the truth. യേശുവാണ് സത്യം. Jesus is the life. യേശുവാണ് ജീവൻ. Don't reject life. ഈ ജീവനെ നിങ്ങൾ ത്യജിക്കരുത്. You know, my friends, സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ, India is wearing blinkers. Blinkers ഇന്ത്യ like horses. കുതിരയെ പോലെ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. They don't want to see the truth. സത്യം കാണാൻ അവർക്ക് ഇഷ്ടമില്ല. We will see only our ancient idols. ഞങ്ങളുടെ പുരാതന വിഗ്രഹങ്ങളെ മാത്രമേ ഞങ്ങൾ കാണൂ. Open your eyes. നിങ്ങളുടെ കണ്ണുകളെ തുറക്കൂ. Look at Jesus. യേശുവിനെ നിങ്ങൾ നോക്കൂ. He is the resurrection and the life. അവനാണ് പുനരുത്ഥാനവും ജീവനും. Peter, പത്രോസ്, I have prayed for you. പത്രോസെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Satan wanted to take you, പിശാച് നിന്നെ കൈവശമാക്കാൻ ശ്രമിച്ചു. but I prayed for you. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. When you are converted, നീ മാനസാന്തരപ്പെട്ടതിന് ശേഷം strengthen the brother. നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. Oh, my beloved people, പ്രിയ സ്നേഹിതരെ, you know, this is not a great number, ഇതൊരു വലിയ സംഖ്യയല്ല ഇവിടെ. but every one of you is very important. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും വളരെ പ്രാധാന്യമുള്ളവരാണ്. When you confess your sin നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞാൽ and repent at the cross, ക്രൂശിന്റെ ചുവട്ടിൽ അനുതപിച്ചാൽ, God will forgive you. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. God will take you. ദൈവം നിങ്ങളെ സ്വീകരിക്കും. God will use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. That's all I want. അത് മാത്രം മതി എനിക്ക്. I ask for nothing else. മറ്റൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. Live the full life. നല്ല ജീവിതം മുഴുവനായിട്ട് ജീവിക്കുക. The full life, the abundant life. സമൃദ്ധിയായ ജീവിതം, മുഴുവനായിട്ടുള്ള ജീവിതം. The life which Jesus gives. യേശു തരുന്ന ആ നല്ല ജീവിതം. Don't walk around like
dead corpses. ശവങ്ങളെ പോലെ നടക്കരുത്. God wants you to live. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജീവിക്കണമെന്നാണ്. He has a great purpose for you. നിങ്ങളെക്കുറിച്ച് വലിയൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. In a few moments we'll send you home. അല്പസമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ മടക്കി. Tell God. ദൈവത്തോട് നിങ്ങൾ പറയൂ, Oh God. ദൈവമേ, what a wonderful Savior. അവിടുന്ന് എത്രയോ അത്ഭുതവാനായ രക്ഷകനാണ്. What a risen Savior. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണ്. Oh, I want this Savior. എനിക്ക് ഈ രക്ഷകനെ ആവശ്യമാണ്. I want this cleansing in His Prayashchit Bali Rakta, in His propitiatory blood. അവന്റെ പ്രായശ്ചിത്ത ബലിയായി ചൊരിഞ്ഞ രക്തത്തിലുള്ള വെടിപ്പാക്കൽ എനിക്ക് ആവശ്യമാണ്. Wash me. എന്നെ കഴുകണമേ. Oh, thou that didst make denying Peter into such a mighty man. കർത്താവേ, അവിടുന്ന് തള്ളിപ്പറഞ്ഞ പത്രോസിനെ വളരെ ശക്തനാക്കി തീർത്തല്ലോ. I too have been a coward. ഞാനും ഒരു ഭീരുവായിരുന്നു. I have been ashamed of Jesus. ഞാൻ യേശുവിനെ കുറിച്ച് ലജ്ജിച്ചവനായിരുന്നു. Forgive me, Lord. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. Satan has shaken me. പിശാച് എന്നെ ഇട്ട് കുലുക്കുന്നു. Forgive me, Lord. കർത്താവേ, ക്ഷമിക്കണമേ. I will stand for you. ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളാം. I will declare your name. നിന്റെ നാമത്തെ ഞാൻ ഉയർത്തി കാണിക്കാം. Pray in your heart. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കുക. Tell God. ദൈവത്തോട് പറയൂ, Make a solemn vow now. ഞങ്ങളെ ഇപ്പോൾ തന്നെ അവിടുന്ന് കഴുകണമേ. I will not turn again to my sin. എന്റെ പാപത്തിലേക്ക് ഞാൻ ഇനിയും തിരിയെയില്ല. I will not go back to the gutter. ഞാൻ ഇനി ഓടയിലേക്ക് മടങ്ങി പോകുകയില്ല. Wash me in your blood. നിന്റെ രക്തത്തിൽ എന്നെ കഴുകണമേ. Gracious Father, കൃപ നിറഞ്ഞ പിതാവേ, bless these dear ഈ people. പ്രിയജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. Oh, there is hope. There is hope. അവർക്ക് പ്രത്യാശയുണ്ടല്ലോ. Wonderful hope. അതിശയമായ പ്രത്യാശ അവർക്കുണ്ട്. When people are losing jobs, ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന സമയം, when people are suffering from debts, കടത്തിൽ നിന്ന് ആളുകൾ കടം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ, when AIDS and 26 sexually transmitted diseases are killing people, എയ്ഡ്സും മറ്റു ഗുഹ്യരോഗങ്ങളും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ, there is hope. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. Jesus is the resurrection. യേശുവാണ് പുനരുത്ഥാനം. Lord, touch these dear people. കർത്താവേ, ഈ പ്രിയജനത്തെ അവിടുന്ന് And സ്പർശിക്കണമേ. let them taste Jesus. അവർ നിന്നെ അനുഭവിച്ചറിയട്ടെ. And give Jesus to their neighbor. തന്റെ അയൽക്കാർക്ക് അവർ യേശുവിനെ കൊടുക്കട്ടെ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. In Jesus' almighty name. യേശു കർത്താവിന്റെ സർവശക്തിയുള്ള നാമത്തിൽ. Amen. ആമേൻ.